വിഷുഫലം, വിഷു സംക്രാന്തി കഴിഞ്ഞാൽ എല്ലാ നക്ഷത്രക്കാർക്കും ഓരോ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അത് പണ്ടേയുള്ള കാര്യം തന്നെയാണത്. അപ്പം വിഷുഫലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ രാശിയാണ് മേടൻ രാശി. മേടൻ രാശിയിലേക്കാണ് ആര് വരുന്നു? സൂര്യഭഗവാൻ വരുന്നു. ആത്മകാരകനായിരുന്ന സർവേശ്വരനായിരിക്കുന്ന സൂര്യഭഗവാൻ വരികയാണ് മേടൻ രാശിയിലേക്ക്. ആ മേടൻ രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദമുള്ള ആളുകളുടെ അവസ്ഥ നോക്കാം നമുക്ക്. അവർക്ക് ഇപ്പോൾ ഏഴരശനിയാണ്. ഏഴരശനിയാണെങ്കിലും ചൊവ്വ നല്ല രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് ഭൂമി വാങ്ങിക്കാനും ഭൂമിയുടെ രജിസ്ട്രേഷൻ നടക്കാനും ഭൂമി ആദായം ഉണ്ടാവാനും ഒക്കെ നല്ലതാണ്. വ്യാഴം 3-ലാണെങ്കിലും വ്യാഴപ്രീതി നടത്തിയാൽ, അതായത് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി തൊഴുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയൊക്കെ ചെയ്താൽ ഇവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. ഭൂമിയൊക്കെ വാങ്ങിക്കാനുള്ള കാര്യങ്ങളും ഭൂമിക്ക് വിദേശത്ത് പോകാനുള്ള ആൾക്കാർക്കെല്ലാം വിദേശത്ത് പോകാനുള്ള ഒരു നല്ലൊരു അവസരമാണ് ഈ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത്. വ്യാഴം അനുകൂലമല്ലാത്തതുകൊണ്ട് അവർ കൃഷ്ണനെ പ്രാർത്ഥിക്കും, വിഷ്ണു സഹസ്രനാമം ജപിക്കും. ഒന്നും വേണ്ട, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ നമ വേണ്ട, ഓം നമോ നാരായണായ രാവിലെയും വൈകുന്നേരം 108 പ്രാവശ്യം ജപിക്കുക. ആ ജപിക്കുമ്പോൾ ആത്മാർത്ഥമായി ജപിക്കണം. ആർക്കു വേണ്ടി ജപിക്കരുത്, 108 തയ്ക്കാൻ വേണ്ടി ജപിക്കരുത്. നമ്മൾ ഓരോ ചക്രങ്ങളിൽ കൂടി ഫീൽ ചെയ്ത് വേണം ജപിക്കാൻ. മൂലാധാരം തൊട്ട് ഓം നമോ നാരായണായ അങ്ങനെ നമ്മൾ ജപിച്ചാൽ 108 ജപിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. 11 പ്രാവശ്യം ജപിച്ചാലും 3 പ്രാവശ്യം ജപിച്ചാലും മതി. ആ ജപിക്കുന്നത് വളരെയധികം സന്തോഷത്തോടെയും സത്യസന്ധതയോടും വേണം ചെയ്യാനായിട്ട്. അത് ആത്മാർത്ഥത്തോടും ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിമുട്ടുകൾ മാറും. അതേപോലെ 7:30 ശനിയാണ്, 12-ലാണ് ശനി. അറിഞ്ഞോ അറിയാതെയോ വല്ല കേസ് കുറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ മഹാദേവനെ പ്രാർത്ഥിക്കുക. ഓം നമ ശിവായ, ഓം നമ ശിവായ, അല്ലെങ്കിൽ ശിവ ഇതെപ്പോഴും ജപിക്കുകയും ശിവക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച തോറും ദർശനം നടത്താൻ പറ്റും നല്ലത്. അല്ലെങ്കിൽ അവനവൻ്റെ ജന്മനക്ഷത്രം വരുമ്പോൾ ശിവക്ഷേത്ര ദർശനം നടത്തുകയും അഭിഷേകം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുകയും ഒന്നും വേണ്ട കൂവളത്തില സമർപ്പിക്കുകയൊക്കെ ചെയ്താൽ തന്നെ വളരെയധികം നല്ലതാണ്. ഓം നമ ശിവായ, ഓം നമോ നാരായണായ നിരന്തരം ജപിച്ചാൽ ഇവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. വളരെ ആഗ്രഹങ്ങൾ നടക്കുന്നു, സാമ്പത്തികമായി ഉയരാൻ സാധിക്കുന്നു. ഇതെല്ലാം നടക്കുന്നതാണ്.